നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഈ സതീശനെ പോലെ സ്ഥിരം കുറ്റവാളിയായ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് മയക്കുമരുന്ന് വാങ്ങാൻ പോകുന്ന കാര്യം പറയുക, ഉടനെ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് നോട്ടുകൾ കൊടുത്തുവിടുക, അതുകൊണ്ടുപോയി നന്ദിതയെ ഏൽപ്പിക്കുക. കൊള്ളാം ഷാജഹാനെ, ഞാൻ ഇത്തരം രംഗങ്ങൾ നാടകത്തിലും സിനിമയിലും മാത്രമേ കണ്ടിട്ടുള്ളൂ. സർ, ഞാൻ നിയമം വിട്ടൊന്നും ചെയ്തിട്ടില്ല. തന്റെ ട്രെയിനിങ് പീരീഡ് മുതൽ തന്നെ എനിക്കറിയാം. അതുകളാ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. പക്ഷേ ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പണം വാങ്ങിച്ച് മോറൽ ട്രാഫിക് നടത്താനുള്ള ഒരു ധൈര്യവും ആത്മബലവും ഈ സ്ത്രീക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് മാറ്റിവെക്കണം. സർ, മാറ്റിവെക്കാൻ പറഞ്ഞാൽ ഞാൻ മാറ്റിവെക്കാം. പക്ഷേ ഇത് ദിയ രവിചന്ദ്രൻ തന്ന റിട്ടേൺ കംപ്ലൈന്റ് ആണ്. പിന്നെ ആ സ്ത്രീകൾ അവരെ പലതരത്തിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചെന്ന മൊഴിയും സതീശൻ പറഞ്ഞ ഡ്രഗ്സിന്റെ കാര്യവും ഇതെല്ലാം ചേർത്ത് വെക്കുമ്പോ കേസെടുക്കാതിരിക്കുന്നത് എങ്ങനെയാ സർ? ശിവദാസും നന്ദിതയും തമ്മിൽ മോശപ്പെട്ട ബന്ധങ്ങളുണ്ടെന്നും ഇവർ ഇത്തരം ബിസിനസ്സുകൾ നടത്തുന്നുണ്ടെന്നുമാണ് ആരോപണം. അതല്ലേ സതീശ സത്യം? അതെ സർ, നന്ദിത മാഡത്തിന്റെ കസ്റ്റമർ ആയിട്ടാണ് ശിവദാസ് സാർ വന്നത്. ഞാൻ വെറും പറഞ്ഞല്ലോ, ഞാൻ സംസാരിച്ചോളാം. സതീശ, അപ്പോ നീ ഇടനിലക്കാരനാണെന്ന് സമ്മതിച്ചു അല്ലേ? അപ്പോ ഈ പണി കുറ്റകരമാണ്. അതിന്റെ പേരിൽ നിനക്കെതിരെ കേസ് ചാർജ് ചെയ്യാം. ഞാൻ കോടതിയിൽ പറഞ്ഞോളാം സാർ, ഇവര് തമ്മിലുള്ള ബന്ധത്തിന് ഞാനാണ് ഇടനിലക്കാരനെന്ന്. എങ്ങനെയുള്ള ബന്ധം? ഇവർ തമ്മിൽ ലിവിംഗ് ടുഗദറായിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ